TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗം വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഹ്യൂമൻ കിഡ്നിയുടെ സ്ട്രക്ചറും ഫങ്ഷനെയും കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മിക്ചുറിഷൻ, റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ, ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഈ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മിക്ചുറിഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് മിക്ചുറിഷൻ? ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഫ്രം ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്ന യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അഥവാ മൂത്രമൊഴിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ടേമാണ് മിക്ചുറിഷൻ എന്ന് പറയുന്ന ടേം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ദ എലിമിനേഷൻ ഓഫ് യൂറിൻ ഫ്രം ദ യൂറിനറി ബ്ലാഡർ ഈസ് നോൺ ആസ് മിക്ചുറേഷൻ. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് മിക്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയതാണ്, കിഡ്നിയാണ് യൂറിൻ ഫോർമേഷൻ നടത്തുന്നത്. ബ്ലഡിനെ ഫിൽറ്റർ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെയെല്ലാം യൂറിനിൽ കൂടെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ ടെമ്പററി ആയിട്ട് ഒരു ബ്ലാഡറിനകത്ത്, ഒരു സഞ്ചിക്കകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആ സഞ്ചിയാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചി എന്ന് നമ്മൾ പറയുന്നത്. ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സ്മൂത്ത് മസിൽ കൊണ്ടാണ്. സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് യൂറിനറി ബ്ലാഡർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്നത് യുറീത്ര എന്ന് പറയുന്ന ഒരു കുഴലിൽ കൂടെയാണ്. യൂറിനറി ബ്ലാഡറിൽ നിന്നും യുറീത്രയിലേക്കുള്ള ഈ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. ഒരു വാൽവ് പോലത്തെ വർക്ക് ചെയ്യുന്ന സംവിധാനമുണ്ട്. അപ്പോൾ യൂറിനറി ബ്ലാഡറിൻ്റെ ഈ ഭാഗത്ത് ഈ വാൽവ് പോലെ വർക്ക് ചെയ്യുന്ന ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്കെലിറ്റൽ മസിൽസ് കൊണ്ടാണ്. അപ്പം ബ്ലാഡർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്മൂത്ത് മസിൽ കൊണ്ടാണ്. ഈ ഒരു സ്ഫിങ്ക്റ്റർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്കെലിറ്റൽ മസിൽസ് കൊണ്ടാണ്. ദിസ് ഈസ് ഡൺ ബൈ സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ മൂത്രമൊഴിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ സ്മൂത്ത് മസിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ദ സ്കെലിറ്റൽ മസിൽസ് അറൗണ്ട് ദ ഓപ്പണിംഗ് ഓഫ് ദ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. ഇപ്പോൾ ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വാൽവ് പോലത്തെ ഒരു മസിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ മസിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്കെലിറ്റൽ മസിൽസ് കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു. ഒന്ന് സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു, മറ്റേത് ഈ യുറീത്രൽ സ്ഫിങ്ക്റ്ററിൻ്റെ ഭാഗത്തുള്ള സ്കെലിറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. അതായത് മൂത്രമൊഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ സ്കെലിറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ സമയത്തും ഈ സ്കെലിറ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്താണിരിക്കുന്നത്, ചുരുങ്ങിയാണിരിക്കുന്നത്. അപ്പം അങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ബ്ലാഡറിലെ യൂറിൻ നിറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. നമ്മൾ മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വോളണ്ടറി പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മസിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും ഈ സ്കെലിറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. The tendency for urination is generated by the stretch receptors in the bladder. ഇപ്പോൾ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച്, നിറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഈ സ്മൂത്ത് മസിൽസിലുള്ള റിസപ്റ്റർ സെല്ലുകളുണ്ട്. അതൊരു സ്ട്രെച്ച് റിസപ്റ്റേഴ്സാണ്. അപ്പോൾ ബ്ലാഡർ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അതിനൊരു വലിവ് ഉണ്ടാകും. ആ വലിവ് ബ്ലാഡർ ഫില്ല് ചെയ്യുന്നതിന് എമൗണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്ട്രെച്ചായിട്ട് ഇതിൽ നിന്നൊരു ടെൻഡൻസി ഫോർ യൂറിനേഷൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാകും നമുക്ക്.
അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടെ നിന്നുമുള്ള ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സിൽ നിന്നുള്ള സെൻസറി ഇമ്പൾസുകൾ അത് ഇവിടെ സെറിബ്രൽ കോർട്ടക്സിലേക്ക് കൊണ്ടുപോകും. സെറിബ്രൽ കോർട്ടക്സിലേക്ക് കൊണ്ടുപോവുകയും സെറിബ്രത്തിൽ നിന്ന് ഒരു റിഫ്ലക്സ് താഴേക്ക് മോട്ടോർ മെസ്സേജായിട്ട് ഈ മസിൽസിലേക്ക് വരും. അപ്പോൾ യൂറിൻ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ യൂറിനേഷൻ്റെ ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള യൂറിനറി ബ്ലാഡറിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് യൂറിനറി ബ്ലാഡർ ഫില്ലാകുന്നതിനനുസരിച്ച് ആ ഒരു ടെൻഡൻസി തന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഒരു ചെറിയ ടെൻഡൻസി ആയിരിക്കും നമുക്ക് തോന്നുക. ബ്ലാഡർ ഫില്ല് ചെയ്ത് വരുന്തോറും ആ ടെൻഡൻസി കൂടി വരും. അതിന് കാരണം ഇതിൽ നിന്നും പോകുന്ന ഇമ്പൾസിൻ്റെ ആ ഒരു വേഗത കൂടിക്കൊണ്ടേയിരിക്കും. ബ്ലാഡർ ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ വരാൻ കാരണം ഇതിൽ നിന്നുള്ള മോട്ടോർ മെസ്സേജുകൾ ഇങ്ങനെ കംപ്ലീറ്റ് പെട്ടെന്ന് യൂറിനേഷന് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നാനായിട്ടുള്ള ഒരു റിഫ്ലക്സ് ഇവിടെ ഉണ്ടാവും. The central nervous system pass on motor messages to the respective muscles. Respective muscles എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് യൂറിനറി ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽ കോൺട്രാക്റ്റ് ചെയ്യണം. യുറീത്രൽ സ്ഫിങ്ക്റ്ററിൻ്റെ ഭാഗത്തുള്ള സ്കെലിറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ യൂറിനേഷൻ അല്ലെങ്കിൽ മിക്ചുറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, മൂത്രമൊഴിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റിഫ്ലക്സിനെ വിളിക്കുന്ന പേരാണ് മിക്ചുറിഷൻ റിഫ്ലക്സ്. മിക്ചുറിഷൻ റിഫ്ലക്സ് എന്നാണ് ഈ റിഫ്ലക്സിനെ വിളിക്കുന്ന പേര്. ഈ യൂറിൻ്റെ സ്വഭാവം, കെമിക്കൽ നാച്ചറിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഒരാൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1 to 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിനാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ സാധാരണ ഡയറ്റൊക്കെ കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 1.5 ലിറ്റർ വരെ യൂറിനാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. pH നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി അസിഡിക് pH ആണ്. pH അറൗണ്ട് 6 ആണ്. അസിഡിക് pH ആണ് യൂറിനുള്ളത്. ഒരു പെയിൽ യെല്ലോ കളറാണ്. പക്ഷേ ഈ ഒരു കളർ എല്ലാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിനിൽ ഒരുപോലെ ആയിരിക്കത്തില്ല. ഈ കളറ്, ഇതിൻ്റെ കളറും അതുപോലെ തന്നെ വോളിയവും അതുപോലെ കോമ്പോസിഷനും അതിനകത്തുള്ള ഓരോ കെമിക്കൽസിൻ്റെയും അളവും മേ ചേഞ്ച് വിത്ത് ദ നാച്ചർ ഓഫ് ഡയറ്ററി ഇൻടേക്ക്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളറായിരിക്കില്ല ധാരാളം നമ്മൾ വെള്ളമടങ്ങിയ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടാകുന്ന കളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കളറ് അതുപോലെ തന്നെ വോളിയവും നാച്ചറും ഒക്കെ കമ്പോസിഷനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസം വരാം. അതുപോലെ ഒരുപാട് ഡിസീസസിൻ്റെ മനസ്സിലാക്കുവാനുള്ള ഒരു ഉപാധി കൂടിയാണ് യൂറിൻ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറിൻ അനലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡിസീസസിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അനാലിസിസ് ഓഫ് യൂറിൻ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിംഗ് മാൽ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി. ശരീരത്തിലുള്ള ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് പ്രോസസ്സിനുണ്ടാകുന്ന ഡിസോർഡേഴ്സ് നമുക്ക് യൂറിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കിഡ്നി ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് യൂറിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ഒരാൾ ഡയബറ്റിക് ആണോ എന്നറിയുന്നത്. അപ്പോൾ ഡയബറ്റിക് ആണോ, പഞ്ചസാരയുടെ അസുഖമുണ്ടോ, ഷുഗറിൻ്റെ അസുഖമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് യൂറിൻ അനാലിസിസ് വഴി സാധിക്കും. അപ്പോൾ ഇതാണ് ഗ്ലൈക്കോസ് യൂറിയ. ഇപ്പോൾ ഷുഗർ കംപ്ലൈൻറ്റ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ അവരുടെ യൂറിനിൽ ഷുഗർ പ്രസൻസ് ഉണ്ടാവും, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ടേമാണ് ഗ്ലൈക്കോസ് യൂറിയ, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. അതുപോലെ പ്രോട്ടീൻ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് കീറ്റോൺ ബോഡീസ്. അത് കീറ്റോന്യൂറിയ, അത് ഡയബറ്റിക്കിൻ്റെ ഒരു സിംറ്റം കൂടിയാണ്. കീറ്റോന്യൂറിയ, പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻഡിക്കേറ്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ലക്ഷണങ്ങളാണ് യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ്, അതുപോലെ കീറ്റോൺ ബോഡീസിൻ്റെ പ്രസൻസ്. അപ്പോൾ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിനെ വിളിക്കുന്ന ടേമാണ് ഗ്ലൈക്കോസ് യൂറിയ. യൂറിനിൽ കീറ്റോൺ ബോഡീസിൻ്റെ പ്രസൻസിന് പറയുന്ന ടേമാണ് കീറ്റോന്യൂറിയ. അപ്പോൾ ഗ്ലൈക്കോസ് യൂറിയ ആൻഡ് കീറ്റോന്യൂറിയ ആർ ദ സിംറ്റംസ് ടു ഇൻഡിക്കേറ്റ് ഡയബറ്റിസ് മെലിറ്റസ്.
ഇനി റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. കിഡ്നിയെ കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ചില ഓർഗൻസും നമ്മുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുവാൻ സഹായിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ലങ്സ്, ശ്വാസകോശങ്ങൾ, ലിവർ, കരൾ, സ്കിൻ, നമ്മുടെ സ്കിന്ന്, ത്വക്ക്. ആൾസോ ഹെൽപ്പ് ഇൻ ദ എലിമിനേഷൻ ഓഫ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. ശരീരത്തിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മറ്റു ചില ഓർഗൻസ് ആണ് ലങ്സ്, ലിവർ ആൻഡ് സ്കിൻ. ലങ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ലങ്സ് റിമൂവ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്രോക്സിമേറ്റ്ലി 200 ml per minute, and also significant quantities of water every day. അപ്പോൾ ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഏകദേശം 200 ml per minute, ഒരു മിനിറ്റിൽ 200ഓളം മില്ലി കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് പുറത്തേക്ക് കളയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിശ്വാസവായുവിൽ വാട്ടറും ഉണ്ടെന്നുള്ളതും അറിയാം. അപ്പോൾ വാട്ടറും എലിമിനേറ്റ് ചെയ്യുന്നതിന് ലങ്സ് സഹായിക്കുന്നുണ്ട്. ഇനി ലിവറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. അതറിയാം നമുക്ക്. ലിവറിൻ്റെ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് ബൈൽ. ബൈലിലെ പ്രധാനപ്പെട്ട സബ്സ്റ്റൻസുകളാണ് ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോള്, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ്, ഡ്രഗ്സ്. അപ്പോൾ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രോഡക്റ്റുകളെയും ലിവർ ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ പുറത്തേക്ക് കളയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് അൾട്ടിമേറ്റ്ലി പാസ് ഔട്ട് അലോങ് വിത്ത് ഡൈജസ്റ്റീവ് വേസ്റ്റസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലിവറും നമ്മുടെ എക്സ്ക്രീഷന് സഹായിക്കുന്നുണ്ട്. ഇനി സ്കിന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്കിന്നിലെ പ്രധാനപ്പെട്ട 2 ഗ്ലാൻഡാണ് സ്വെറ്റ് ഗ്ലാൻഡ്സും സെബേഷ്യസ് ഗ്ലാൻഡ്സും. നമുക്കറിയാം വിയർപ്പ് ഗ്രന്ഥികളും അതുപോലെ തന്നെ സ്നേഹഗ്രന്ഥികളെന്ന് വിളിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്. ഇപ്പോൾ വിയർപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്കറിയാം വാട്ടറുണ്ട്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് രസമുണ്ട് അല്ലേ വിയർപ്പിൽ. അതുപോലെ വിയർപ്പിൽ കൂടെ തന്നെ യൂറിയ പുറത്തേക്ക് കളയുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ്, ചെറിയ എമൗണ്ടിൽ ലാക്റ്റിക് ആസിഡും യൂറിയയും വിയർപ്പിൽ കൂടെ പുറത്തേക്ക് കളയുന്നുണ്ട്. The primary function of sweat is to facilitate a cooling effect on the body surface. ശരീരത്തിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് സ്വെറ്റ് എന്ന് പറയുന്നത്. വിയർപ്പ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ശരീരത്തിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ചൂട് സമയത്ത് വിയർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വിയർപ്പ് ഗ്രന്ഥികൾ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ശരീരത്തിനെ തണുപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ വിയർപ്പിൽ കൂടെ സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്, ഉപ്പ് പുറത്തേക്ക് കളയുന്നുണ്ട്, സ്മാൾ എമൗണ്ട്സ് ഓഫ് യൂറിയയും ലാക്റ്റിക് ആസിഡും പുറത്തേക്ക് കളയുന്നുണ്ട്. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് നമ്മുടെ സ്നേഹഗ്രന്ഥികൾ, ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾ. അപ്പോൾ ആ ഒരു സെക്രീഷൻ വഴി, സീബം എന്ന് പറയുന്ന ആ ഒരു സെക്രീഷൻ വഴി സ്റ്റിറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ് തുടങ്ങിയ മെറ്റീരിയൽസൊക്കെ, സബ്സ്റ്റൻസൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കിന്നിൽ നിന്നും സോഡിയം ക്ലോറൈഡ് പോകുന്നുണ്ട്, യൂറിയ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുപോലെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് വഴി സ്റ്റിറോൾസും ഹൈഡ്രോ കാർബൺസും വാക്സസും ഒക്കെ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദ സെക്രീഷൻ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് ഫോർ ദ സ്കിൻ. സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ നമ്മുടെ സ്കിന്നിനെ പുറത്തൊരു എണ്ണമയമുള്ളതാക്കി മാറ്റി തീർക്കുവാൻ സഹായിക്കുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ്. ഇനി നമുക്ക് ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഡിസോർഡേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് യുറീമിയ. എന്താണ് യുറീമിയ? ദ അക്യൂമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് ഡ്യൂ ടു ദ മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നീസ് ഈസ് യുറീമിയ. നമ്മുടെ നൈട്രജൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു നൈട്രോജീനിയസ് വേസ്റ്റാണ് യൂറിയ. അപ്പോൾ യൂറിയ ബ്ലഡിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകാവുന്ന പ്രശ്നത്തിനെ വിളിക്കുന്ന പേരാണ് യുറീമിയ. ഇപ്പോൾ കിഡ്നി ശരിയായിട്ട് യൂറിയയെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. എലിമിനേറ്റ് ചെയ്യാതെ ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടുന്നു. ആ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ വിളിക്കുന്ന പേരാണ് യുറീമിയ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മാൽ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നീസ്. അപ്പം അങ്ങനെ യുറീമിയ ബാധിച്ച പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതി.
അതായത് 2 കിഡ്നിയും പ്രവർത്തനരഹിതമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഈ ഒരു എക്സ്ക്രീഷൻ പ്രോസസ്സ്, ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ശരീരത്തിന് സ്വയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തും. ഇപ്പോൾ ബ്ലഡിൽ ഈ നൈട്രോജീനസ് വേസ്റ്റ്, യൂറിയയും യൂറിക് ആസിഡും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ഡയാലിസിസ് അഥവാ ഹീമോ ഡയാലിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ബ്ലഡ് ഓഫ് പേഴ്സൺസ് സഫറിംഗ് ഫ്രം കിഡ്നി ഫെയിലുവേഴ്സ്. കിഡ്നി ഫെയിലുവർ വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് ഹീമോ ഡയാലിസിസ്. എന്താണ് ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത്? ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആർട്ടറി. ഒരു ആർട്ടറിയിൽ വഴി, ആർട്ടറിയാണ് ബ്ലഡ് പ്രഷറിൽ പമ്പ് ചെയ്യുന്ന സ്ഥലമെന്നറിയാം അല്ലേ? ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അത് അതേ പ്രഷറിൽ കടക്കുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ആർട്ടറിയാണ്. അപ്പോൾ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് ഒരു ട്യൂബ് വഴി പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ആൻ ആൻറ്റി കൊയാഗുലൻറ്റ്. ഒരു ആൻറ്റി കൊയാഗുലൻറ്റ്, ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻറ്റ്, രക്തം കട്ട പിടിക്കാതിരിക്കുവാൻ ചേർക്കുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലൻറ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. Then the blood is pumped to the apparatus called artificial kidney. എന്നിട്ട് ഈ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസിലേക്ക് കടത്തിവിടുന്നു. അഥവാ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹീമോ ഡയലൈസർ. ഹീമോ ഡയലൈസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിൽ ആദ്യം എന്താണ്? ഒരു ആർട്ടറിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ആൻറ്റി കൊയാഗുലൻ്റ് ഹെപ്പാരിനുമായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഒരു ഹീമോ ഡയലൈസർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കടത്തിവിടുന്നു. ദ ആർട്ടിഫിഷ്യൽ കിഡ്നി കണ്ടെയ്ൻസ് എ സെല്ലോഫൈൻ ട്യൂബ്. ആ ഒരു സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഒരു സെല്ലോഫൈൻ ട്യൂബ് bathed in a fluid with ionic concentration similar to plasma. അപ്പോൾ ഇത് ഒരു ഫ്ലൂയിഡിനകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ് ഈ സെല്ലോഫൈൻ ട്യൂബ്. ആ സെല്ലോഫൈൻ ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ കുളിച്ച് കിടക്കുന്ന ആ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയോണിക് കോൺസെൻട്രേഷൻ സിമിലർ ടു പ്ലാസ്മ. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ്, ഇതാണ് ഫ്ലൂയിഡ് എന്ന് കണക്കാക്കിയാൽ, ഇതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് കണക്കാക്കിയാൽ, അത് കിടക്കുന്ന ഈ ഒരു ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു പ്ലാസ്മ. The porous cellophane membrane allows the passage of molecules based on concentration gradient. ഈ ഒരു ട്യൂബിനകത്തുകൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ ബ്ലഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ, നൈട്രോജീനസ് വേസ്റ്റ് ഈ സെല്ലോഫൈൻ മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് ഈ ഫ്ലൂയിഡിലേക്ക് പാസ് ചെയ്യുന്നു. As the blood passes through the cellophane tube, the waste diffuses from the blood. ബ്ലഡിൽ നിന്നും വേസ്റ്റ് ഡിഫ്യൂസ് ചെയ്യുന്നു. The cleared blood is pumped back to the body through a vein. ആർട്ടറി വഴി കൊണ്ടുവരികയും ആ ക്ലിയർ ചെയ്ത ബ്ലഡിനെ ഒരു വെയിനിൽ കൂടെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പ് ആഡിങ് ആൻറ്റി ഹെപ്പാരിൻ ടു ഇറ്റ്. അപ്പോൾ ശരീരത്തിനകത്തേക്ക് കടത്തി വിടുന്നതിന് മുമ്പ് നേരത്തെ ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ചേർത്തിരുന്നു. ഇപ്പോൾ ആ ഹെപ്പാരിനെ നിർവീര്യമാക്കാനായിട്ട് ആൻറ്റി ഹെപ്പാരിൻ എന്ന് പറയുന്ന മറ്റൊരു കെമിക്കൽ കൂടെ ചേർക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമുക്കിങ്ങനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആർട്ടറി. ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എടുക്കുന്നു. മിക്സ്ഡ് വിത്ത് ആൻ ആൻറ്റി കൊയാഗുലൻ്റ്, ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. Blood is pumped toward the artificial kidney or hemodialyzer. Hemodialyzer എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ പമ്പ് ചെയ്യുന്നു. വേസ്റ്റ് ഡിഫ്യൂസസ് ഫ്രം ദ ബ്ലഡ്. അപ്പോൾ ഇതിനകത്തൂടെ ഇത് കടന്നു പോകുമ്പോൾ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ഡിഫ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. ക്ലിയർഡ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദ ബോഡി ത്രൂ എ വെയിൻ. ക്ലിയർ ചെയ്ത ബ്ലഡിനെ വെയിനിൽ കൂടെ കടത്തിവിടുന്നു. ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആർട്ടറി. Mixed with an anticoagulant heparin, blood is pumped to artificial kidney or hemodialyzer. Waste diffuses from the blood. Add antiheparin. Cleared blood is pumped back to the body through a vein.
ഇതാണ് ഡയാലിസിസിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ഇനി അടുത്ത എന്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് നോക്കാം. ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ഇപ്പോൾ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായ ആൾക്കാരെ താൽക്കാലികമായിട്ട് അവരെ സുഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ചികിത്സയാണ് ഡയാലിസിസ്. എന്നാൽ അത്തരം ആൾക്കാർക്ക് സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി വർക്ക് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ചെയ്യാവുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരിയായ ശരീരപ്രവർത്തനങ്ങൾ നടന്നു പോകാൻ ഒരു കിഡ്നി മതിയാകും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു കിഡ്നി നമുക്ക് മറ്റൊരാളിന് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഇപ്പോൾ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായ ആൾക്കാർ, 2 ഡിസീസ്ഡ് കിഡ്നീസ് ആണെങ്കിൽ അത്തരം ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? മറ്റൊരാളിൽ നിന്നും കിഡ്നി സ്വീകരിക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ സാധിക്കും. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ is the ultimate method in the correction of acute renal failures or kidney failures. അക്യൂട്ട് റീനൽ ഫെയില്യൂർ അല്ലെങ്കിൽ കിഡ്നി ഫെയില്യൂർ എന്ന കണ്ടീഷനിൽ എത്തിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ നിലനിർത്തുവാൻ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. A functioning kidney is used in transplantation from a donor, perfectly a close relative. ഒരു ഡോണറിൽ നിന്നും കിഡ്നി സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഡോണർ എന്ന് പറയുന്നത് ഒരു ക്ലോസ് റിലേറ്റീവ് ആയിരുന്നാൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കിഡ്നി ശരീരം സ്വീകരിക്കാതെ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം. ടു മിനിമൈസ് ഇറ്റ്സ് ചാൻസസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. ഇനി അടുത്ത ഒരു പ്രോബ്ലമാണ് റീനൽ കാൽക്കുലൈ, കിഡ്നി സ്റ്റോൺ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്റ്റോണിൻ്റെ കല്ലിൻ്റെ അസുഖം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതായത് കിഡ്നിക്കകത്ത് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവുക. സ്റ്റോൺ ഓർ ഇൻസോൾബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട്സ് ഓർ ഓക്സലേറ്റ്സ് ഫോംഡ് വിതിൻ ദ കിഡ്നി. കിഡ്നിക്കകത്ത് ഇതുപോലെ സ്റ്റോൺ ഫോർമേഷൻസ് ഉണ്ടാവുക. കാൽഷ്യത്തിൻ്റെയും മറ്റും ലവണങ്ങൾ, കാൽഷ്യം ഓക്സലേറ്റ്സും മറ്റുമൊക്കെ ലവണങ്ങളായിട്ട് മാറിയിട്ട് അത് കല്ലുകളുടെ രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥ, അതാണ് കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. അത് പല ഭാഗങ്ങളിലും സ്റ്റോൺ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകാം. ഈ പെൽവിസിനകത്തുണ്ടാകാം, ഈ കാലിക്സിനകത്തുണ്ടാകാം, യുറീറ്ററിനകത്തുണ്ടാകാം. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില സ്റ്റോണുകൾക്ക് മൂർച്ചയേറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും കഠിനമായിട്ടുള്ള വേദന ഉണ്ടാകാം, മുറിവുകൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു അതിനെ ഒരു ടേമാണ് വിളിക്കുന്നതാണ് റീനൽ കാൽക്കുലൈ. Stone or insoluble mass of crystallized salts or oxalates etc. formed within the kidney is known as renal calculi. ഇനി അടുത്ത് ഉണ്ടാകാവുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി. ഇപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മാൽപീജിയൻ കോർപ്പസൽസിനകത്ത് കാണുന്ന ഈ ബഞ്ച് ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് ഗ്ലോമറുലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോമറുലസിന് ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇവിടെ ഹെൽത്തി കിഡ്നിയെ നമുക്കിവിടെ കാണാം. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ബാധിച്ച വീക്കം വന്ന കിഡ്നിയാണ് ഈ കാണുന്നത്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. For video lessons, please subscribe to LP's biology classes. Thank you.